ആ, അപ്പോൾ ഒന്ന് പേരെന്തായിരുന്നു? രാമചന്ദ്രൻ. രാമചന്ദ്രൻ. എവിടെയാണ് സ്ഥലം? മണ്ണാർക്കാട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് അല്ലേ? അതെ. ആ, അതെ അതെ. ഇപ്പോൾ പിന്നെ യൂറിൻ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില നല്ല അനുഭവങ്ങൾ താങ്കൾക്കുണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ അത് ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് പുറത്ത് വേദന വന്നിട്ട്, മുതുകുവേദന, കഴുത്തിനുള്ള വേദന വന്നിട്ട് പഴയ മൂത്രം എടുത്തിട്ട് തുണിയിൽ മുക്കി എൻ്റെ പുറത്തും കഴുത്തിലും തേച്ചു. 3 ദിവസം തേച്ചപ്പോൾ തന്നെ എൻ്റെ പൂർണ്ണമായിട്ട് അസുഖമാണ്. പഴകിയ യൂറിൻ തുണിയിൽ തുണി മൂത്രത്തെ കുതിർത്ത് വെച്ച് അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുടിക്കുക. ആ തുണി അവിടെ പൊതിഞ്ഞു വെച്ചു. അല്ല, തുണി വിരിച്ചിട്ട് പഴയ തോർത്തെടുത്ത് വിരിച്ചു വെച്ചിട്ട് പുറത്തിടും. അത് എത്ര കാലമായിട്ടുണ്ടായിരുന്ന പുറം വേദനയാണ്? പുറത്ത് വേദന എനിക്ക് അത് ഇടയ്ക്കത് മിന്നലാണ്. എന്തെങ്കിലും കാര്യമായിട്ട് എടുക്കുമ്പോൾ മിന്നുമ്പോഴാണ്. അതാണ് എനിക്കുണ്ടായ. അത് കുറെ കാലമായിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയില്ല, ഒക്കേഷനിലായിരുന്നു. അപ്പൊ അത് ഇപ്പോഴില്ല. ഇപ്പൊ ഇല്ല. ഇത് ചെയ്തതിന്റെ ശേഷമാണോ മാറി? പൂർണ്ണമായിട്ടും യൂറിന്റെ ഒരൊറ്റ ഗുണം കൊണ്ട് തന്നെയാണ്. അതാണ് ഒരു ഗുണം, അതാണ് കിട്ടിയത്. അതെ. മറ്റൊന്നും എന്താണ്? വേറെ എന്താണ്? വേറെ എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. അത് ഞാൻ ചെവി ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്. അത് ഒരു എന്തുണ്ട്, ചെവിയുടെ കേൾവിക്കുറവുണ്ട്. ഒരു 30% കേൾവി വരും, കുറവ് വരും. ഞാനിപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയൊരു അനുഭവം തന്നെ. പ്രമേഹത്തിന്റെ കാര്യത്തിൽ എന്തൊരു കാര്യം പറഞ്ഞില്ലേ? ഷുഗർ ലെവല്? ഷുഗർ എനിക്ക് 135 111. അത് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. യൂറിൻ തെറാപ്പിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമുള്ള സ്ഥിതി എന്താ? അതിന് മുന്നേ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് കാലിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിലും കൈക്കും ഒക്കെ ഇത് നല്ലൊരു എനർജി തോന്നുന്നുണ്ട്. ഇത് ഞാൻ കുളിക്കുന്നുണ്ട് രാവിലെ. അതിപ്പോ ഈ പൊതുരംഗത്ത് യൂറിക് ആസിഡിന്റെ എന്തൊരു പറഞ്ഞല്ലേ? യൂറിക് ആസിഡ് ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടില്ല. അല്ലെ, യൂറിക് ആസിഡ് യൂറിൻ തേക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂറിൻ തേക്കുന്നല്ല, യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞു. യൂറിക് ആസിഡിന്റെ അളവ് എനിക്കുണ്ടായിരുന്നു. യൂറിക് ആസിഡ് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അത് യൂട്ടി ചെയ്തതിന് ശേഷം ഡൗൺ ആയി. അത് എത്ര കാലം ചെയ്തപ്പോഴാണ്? അത് പരമാവധി ഒരു മാസത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. 1 മാസം ചെയ്തപ്പോൾ തന്നെ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം. അത് യൂറിൻ കഴിക്കുക മാത്രമാണോ ചെയ്തത്? ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. കഴിക്കുകയാണ് ഇത്? അതെ അതെ. അല്ലാതെ യൂറിക് ആസിഡ് കാരണം അവിടെ വേദനകൾ കുളിക്കുകയും ചെയ്തിട്ടുണ്ട്. വേദന ഉണ്ടായിരുന്നു എവിടെയെങ്കിലും? അതൊന്നും എനിക്ക് യൂറിക് ആസിഡ് അതിന്റെ ലക്ഷണങ്ങൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? യൂറിക് ആസിഡ് കൂടിയതിന്റെ യൂറിക് ആസിഡ് കൂടിയതുകൊണ്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ? അല്ല, അതില്ല. ഒരു ഗെറ്റ് ടുഗദർ വൈഫ് 10ാം ക്ലാസ്സിന്റെ ഒരു എൻ്റെ ഭാര്യയുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സുകാർ. അന്നവര് എല്ലാവരുടെയും ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോഴാണ് യൂറിക് ആസിഡിന്റെ ഒരു അത് കൂടുതൽ തോന്നുന്നത്. അപ്പോൾ എൻ്റെ മറ്റു സുഹൃത്തുക്കൾക്ക്, ചില ആളുകൾക്കൊക്കെ അന്ന് വന്ന ചില ആളുകൾക്ക് യൂറിക് ആസിഡ് കൂടുതലുണ്ടായിരുന്നു. അവരുടനെ ഡോക്ടറെ പോയി കണ്ടു. പക്ഷെ ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെയ്ത് മേത്ത് തേക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്തതോടുകൂടി അത് യൂറിക് ആസിഡിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ ഇയർ ബാലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോമിയോ മരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ ഉള്ള ഒരു മരുന്ന് ഇപ്പം യൂറിൻ തെറാപ്പിയായിട്ട് മനസ്സിലാക്കിയോടുകൂടി മരുന്നുകളിൽ നിന്നൊക്കെ മോചനം നേടാൻ പറ്റി. യൂറിൻ തെറാപ്പി വന്നതിന് ശേഷം യൂറിൻ തെറാപ്പിയായി അല്ലെങ്കിലും എനിക്ക് മരുന്ന് ഇല്ല. ഒരു അസുഖത്തിന് മരുന്നില്ല. അസുഖങ്ങളൊന്നുമില്ല, മരുന്നുമില്ല. അപ്പൊ അവിടെ ഇപ്പൊ മണ്ണാർക്കാട് പിന്നെ CPIM-ന്റെ പ്രവർത്തകനാണല്ലേ? CPM-ന്റെ പ്രവർത്തകൻ, ലോക്കൽ സെക്രട്ടറിയാണ്. ലോക്കൽ സെക്രട്ടറിയാണ്. ശരിയാണ്. അപ്പോൾ അതൊരു ഏതായാലും നല്ലൊരു വിവരമാണ്. യൂറിൻ തെറാപ്പി ചെയ്തതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും. ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ. ഓക്കെ. നല്ല സന്തോഷം. ഇത് തുറന്നു പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു.